ഞാൻ റവ വെച്ച് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. സാധാരണയായി നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടല്ലേ പൂരി ഉണ്ടാക്കാറ്. എന്നാൽ ഇന്ന് ഞാൻ റവ കൊണ്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ ഈ ഒരു കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇതേ കപ്പിന് 1 കപ്പ് മൈദയും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ചെറിയ ഉള്ളിയും ഇതാ ഞാനിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ റവയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് കുഴയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് വെള്ളം ആവശ്യമാണ്. അതിനു വേണ്ടി 1 ഗ്ലാസ് വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ചൂടായതിന് ശേഷം നമുക്ക് അല്പാൽപമായി ഈ പൊടിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതാ ഇങ്ങനെ ഞാൻ സോഫ്റ്റായി അത് കുഴച്ചെടുത്തിട്ടുണ്ട് മാവ്. ഈ മാവ് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഈ മാവ് മുഴുവനും ഞാൻ ഉരുളകളാക്കി. ഇനി നമുക്ക് പത്തിരി പരത്തുന്ന പ്രസ്സറിൽ വെച്ച് എണ്ണ തടവി പരത്തിയെടുക്കാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ എണ്ണ തടവിട്ട് പ്രസ് ചെയ്ത് എടുത്താലും മതി. ഇതെങ്ങനെ ഉരുളകളാക്കിയതിന് ശേഷം ഞാനിങ്ങനെ പ്രസ്സറിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുത്തത്. ഇത്രേ കട്ടിയുള്ളൂ, അധികം കട്ടിയില്ല, നല്ല നൈസും അല്ല. എല്ലാ ബോൾസും ഞാനിങ്ങനെ പരത്തിയെടുത്തു. ഇനി നമുക്ക് ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം എണ്ണയും ചൂടായതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊന്തി വരുന്നുണ്ട്. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് മറച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ആയാലും നമുക്ക് കോരിയെടുക്കാം. വീണ്ടും ഞാൻ ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊങ്ങി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. പക്ഷെ അതുപോലെ തന്നെ അത് തിന്നുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ഇറച്ചിക്കറീൻ്റെയും ഉരുളക്കിഴങ്ങ് കറീൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. പിന്നെ ഇത് കൂടാതെ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. രാവിലെയൊക്കെ. കൂടാതെ ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്.
പിന്നെയും ഞാൻ ഒന്നുകൂടി ഇട്ട് കൊടുത്തു. സാധാരണ നമ്മൾ റവേനെ കൊണ്ട് പൂരി ഉണ്ടാക്കലില്ലല്ലോ, ഗോതമ്പ് പൊടി കൊണ്ടല്ലേ ഉണ്ടാക്കൽ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുണ്ടാക്കുന്ന സമയത്ത് മൈദപ്പൊടി റവയും ഒരേ അളവിലെടുത്താൽ മതി. 1 കപ്പ് മൈദയും 1 കപ്പ് റവയും. അപ്പം നമുക്ക് മാവ് നല്ലോണം കുഴച്ചെടുത്താൽ ഇതുപോലെ പൊങ്ങി വരും. ഞാൻ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതധികം കട്ടിയൊന്നുമില്ല. വീണ്ടും ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. തീ ഫുള്ളിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അങ്ങനെ ഞാനത് മുഴുവനും ചുട്ടെടുത്തു, ഉരുളകൾ മുഴുവനും. ഇനി നമുക്കതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം.